ഈ നൂറേനെ കാണാൻ ആലിയ ഭട്ടിന്റെ ഒരു ഷായ തോന്നിയിട്ടുണ്ടോ? ഇല്ലേ? ഞങ്ങൾ അവളെ പറയുമായിരുന്നു, അവരെന്തോ പറയുമായിരുന്നു. കുന്നംകുളം ആലിയ ഭട്ടെന്നാണോ? രൺബീർ കപൂർ ആയിരുന്നു. Who is the Pookie in BB7? Pookie was Aryan only. ശരി, ആര്യൻ ഒരു പൂക്കി തന്നെ. ആരാ രുദ്രൻ അറിയോ? ഷാനവാസ് രുദ്രനാണെന്നാണ് മനസ്സിലായത്. അപ്പൊ രുദ്രൻ അതിനകത്ത് വില്ലനാണ്, അവര് ഗുണ്ടയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം ക്യാരക്ടർ രുദ്രൻ തന്നെയാണ്. ഫ്രെയിം അയാളുടെ ഒരു 30 സെക്കൻഡ് ജിസേലിനെ പറ്റി തന്നെ ഒന്ന് തള്ളിക്കേ, ഒന്ന് കേക്കട്ടെ. ഞാൻ ആ ഒരു ടാസ്കിൽ തള്ളിയായിരുന്നു. ആരാണ് ബിഗ് ബോസ് ഹൗസിലെ അതേപോലെ ഒരു തള്ളിസ്റ്റ്? അത് ജിസേലിന് എന്താ തോന്നുന്നു, ശരിക്കും അങ്ങനെ PR ലക്ഷങ്ങൾ കൊടുത്ത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടല്ലോ. ആര്യനും ആ PR കണ്ടായിരുന്നു. ആര്യൻ പറഞ്ഞു എത്രയോ കാശാണ് അവൻ ചോദിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വെച്ചില്ല. അയാൾ പറഞ്ഞ് ഈ വർഷം പെണ്ണ് വിണ്ണാനായിരിക്കും, അനുമോളായിരിക്കും വിണ്ണർ. അത്ര കോൺഫിഡൻസ് കൊണ്ട് അയാൾ പറഞ്ഞു. ഓ, അടുത്തത് കോഴി ഓഫ് BB7. ആ കോഴിക്കോടിന്ന് ഇവരിങ്ങനെ വിളിക്കുമായിരുന്നു. പക്ഷെ ആരെ വിളിക്കും? ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായി കോഴിന്ന്. നൂറാടെ വായന കേട്ടു. ഇന്ന് എനിക്കൊരു ദുബായിയുടെ ഫ്രണ്ട് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, നീ ഫോൺ എടുത്തില്ല. ഞാനോർത്ത് പിന്നെ എൻ്റെ വല്യമ്മയുടെ ന്യൂസ് അവളോർത്ത് ഞാൻ മരിച്ചു പോയിരുന്നു. അയ്യോ, അവളോട് ചോദിച്ചാൽ അയ്യോ ഓക്കെ, ബിക്കോസ് ഞാൻ ആരെയും പറഞ്ഞില്ല ഞാൻ പോണെന്ന്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഞാൻ കുറച്ച് ടൈറ്റിൽസ് പറയാം. ബിഗ് ബോസ് ഹൗസിൽ അത് ആർക്ക് കൊടുക്കും എന്ന് പറയണം. സ്വന്തം പേര് പറയണമെങ്കിൽ സ്വന്തം പേര് പറയാം, മറ്റുള്ളവരുടെ പേര് പറയണമെങ്കിൽ മറ്റുള്ളവരുടെ പേര് പറയാം. സുന്ദരി നൂറ ലക്ഷ്മി. നൂറ ആൻഡ് ലക്ഷ്മി. നൂറ അതൊന്ന് ലക്ഷ്മി പറഞ്ഞിട്ട് കട്ടാക്കിയത്. ലക്ഷ്മിയാണ്, പക്ഷെ കൂടുതൽ സുന്ദരി എനിക്ക് സുന്ദരിയായിട്ട്. ഈ നൂറേനെ കാണാൻ ആലിയ ഭട്ടിന്റെ ഒരു ഷായ തോന്നിയിട്ടുണ്ടോ? ഇല്ലേ? ഞങ്ങൾ അവളെ പറയുമായിരുന്നു, അവരെന്തോ പറയുമായിരുന്നു. എന്തോ ഒരു സ്ഥലത്തിന്റെ പേരെടുത്ത് അവിടത്തെ ആലിയ ഭട്ട് അവള് തനിയെ ഇങ്ങനെ. കുന്നംകുളം ആലിയ ഭട്ടെന്നാണോ? കുന്നംകുളം രൺബീർ കപൂർ ആയിരുന്നു. അവള് എന്താ പറഞ്ഞു, എന്തോ ഇങ്ങനെ പറയുമായിരുന്നു. അതെനിക്കറിയാം, കുന്നംകുളം നമ്മളിങ്ങനെ പറയാറുണ്ട്, മീഷോ എന്നൊക്കെ പറയുന്ന പോലെ. അതാണ് ഈ കുന്നംകുളം. സത്യത്തെ സ്ഥലമില്ല. ഉണ്ട്. തൃശ്ശൂരുള്ള ഒരു സ്ഥലമാണ് കുന്നംകുളം. കുന്നംകുളത്തെ എല്ലാത്തിന്റെയും ഡ്യൂപ്സ് കിട്ടും, വെരി ചീപ്പ്. അതുകൊണ്ടാണ് കുന്നംകുളം രൺബീർ കപൂർ. ഐ തിങ്ക് കുന്നംകുളം ആലിയ ഭട്ടിന്റെ അവളും ഇങ്ങനെ പറഞ്ഞായിരിക്കും. പക്ഷെ ഞാൻ അവള് നല്ല ക്യൂട്ട് ലുക്കാണ്, നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. ഈ കുട്ടിയാണ്, പെണ്ണുപിള്ള അല്ല. പെണ്ണുപിള്ള മനസ്സിലായി അല്ലേ? കുട്ടി എന്ന് പറഞ്ഞപ്പോ നമ്മളെയൊക്കെ നമുക്ക് കുട്ടി എന്ന് പറയാം. എനിക്ക് മിസ്റ്റേക്ക് ആണ്, അതും എനിക്ക് ഇപ്പം റിയലൈസ്. ആരെങ്കിലും പറഞ്ഞിരുന്ന പെണ്ണുപിള്ളന്ന്? ഈ പെണ്ണുപിള്ള എനിക്ക് വളരെ ഇഷ്ടമാണ്. മമ്മിയുടെ വേർഡ്സ് ആണ് ഇതെല്ലാം. പെണ്ണുപിള്ള മമ്മിയോട് പഠിച്ചതാണ്. അത് ശരി. നമ്മളങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മളങ്ങനെ പെണ്ണുപിള്ള എന്ന് പറയില്ലേ. ഇനി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഈ പെണ്ണുപിള്ള കൂടെ തോറ്റു പറയാം. Who is the Pookie in BB7? So define Pookie. My Pookie definition is very different. എന്താണ് കേക്കട്ടെ? ജിസേലിന്റെ Pookie definition കേക്കട്ടെ. My Pookie definition is cute. Okay. The one who is adored by everyone. Correct. അത് തന്നെയാണ് എല്ലാവരും. My Pookie was Aryan only. ശരി, ആര്യൻ ഒരു പൂക്കി തന്നെ. ഇനി അത് സൗണ്ട് ശരിക്കും ചെയ്തില്ല. അതെന്താ? ഞാൻ ഒരു ആര്യനൊരു പൂക്കി തന്നെ. ഇനി ആംഗ്രി ബേർഡ് ഷാനവാസ്. ഓൾവേസ് ആംഗ്രി. എന്താ പുള്ളി ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ നീ എന്നെ പറ്റി എന്തോ വിചാരിക്കുകയാണ് അല്ലേ, എന്നെ തകർക്കാൻ, ഇതെന്നെ എതിരാളിയാണ്, ഇതെന്നെ തകർക്കാൻ. അവൻ എന്തോ ഒരു ഇങ്ങനത്തെ ക്യാരക്ടറിലാണ് എപ്പോഴും. ട്രസ്റ്റ് ഇഷ്യൂ, ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല, ആരേ ഇല്ല. പുള്ളിനെ ആരെങ്കിലും ഒക്കെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട് എപ്പോഴും. അങ്ങനെ പണ്ട് ഇവിടെ കുങ്കുമപ്പൂ എന്ന് പറഞ്ഞിട്ടൊരു സീരിയലുണ്ട്, കേട്ടിരുന്നോ? അങ്ങനെ രുദ്രനാണ്. രുദ്രൻ. ആരാ രുദ്രൻ അറിയോ? ജിസേൽ. ഷാനവാസ് രുദ്രനാണെന്നാണ് മനസ്സിലായത്. കുങ്കുമപ്പൂ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു ഇവിടെ. ഇന്ന് തന്നെ പോയിട്ട് നോക്കുക. അപ്പൊ ആ സമയത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താ. അപ്പൊ രുദ്രൻ അതിനകത്ത് വില്ലനാണ്, അവര് ഗുണ്ടയായിരുന്നു. ഒരു ഗുണ്ടയായിരുന്നു രുദ്രൻ അതിൻ്റെ അകത്ത്. അപ്പൊ ആദ്യം വില്ലനായിട്ട് വന്നിട്ട് ലാസ്റ്റ് നായികനെ അടിച്ചോട്ട് പോകുന്ന ഹീറോ ആകും. അപ്പൊ മറ്റേ ഇപ്പോഴും ക്യാരക്ടറിലാണ്. ഇപ്പോഴും ക്യാരക്ടറിലാണ്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? 7 വർഷമായിട്ട് ആ സീരിയൽ ചെയ്തായിരുന്നു എന്നോട് പറഞ്ഞു.
എനിക്ക് തോന്നുന്നു ഇപ്പം ക്യാരക്ടർ രുദ്രൻ തന്നെയാണ്. ആ ഈച്ച് ഫ്രെയിം അയാളുടെ ക്യാരക്ടർ ആ പുള്ളി ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടും അല്ലേ? സ്റ്റൈൽ എപ്പോഴും എങ്ങനെയാണ് മാസ് ഹീറോ. അപ്പം അതിനകത്ത് രുദ്രന്റെ ക്യാരക്ടർ ലാസ്റ്റ് മരിക്കും. അയ്യോ അങ്ങനെയാ, കൊല്ലും, അങ്ങനെ എന്തോ ചെയ്യും. അവസാനം ഈ ശാലിനി എന്നങ്ങാണ്ട് ആയിരുന്നു ആ നായികയുടെ പേര്. പുള്ളിക്കാരത്തി വിഡോ ആകും. ഇവരെ കല്യാണം കഴിക്കുന്നവ പുള്ളിയുടെ ടക്ക് ക്ലോസ്. അന്ന് കേരളക്കര കരഞ്ഞ കരച്ചില്. പിന്നെ രുദ്രൻ എന്താ ഫാൻസ്. കൊറേ ആന്റിമാരൊക്കെ അന്ന് ഗേൾസ് ആണ്, ഇന്ന് ആന്റിമാരെ ഉണ്ടാവും. ഒത്തിരി ആൾക്കാരുണ്ട് രുദ്ര. അപ്പൊ പുള്ളി ആ ഫാൻസിനെയൊക്കെ ഒന്ന് കുലിക്കാനായിട്ടായിരിക്കും കാണിക്കുന്നത്. എന്താണ് ഇഷ്ടം? ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ മിക്കവാറും ഞാനായിരിക്കും കയറി പോകുന്നത്. ഇനി അടുത്തത് BB7 തള്ളു സ്റ്റാറാണ്. എന്ത് തള്ളു? തള്ളറിയത്തില്ലേ? തള്ളെന്ന് വെച്ചാൽ ഉന്ത്. അത് ഇനിയാണ് ജിസേലിന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചുതരാം. ഇപ്പൊ തള്ള് എന്ന് പറയുന്നതിന് ഇങ്ങനെ ഒരു പുഷ് എന്ന അർത്ഥമുണ്ട്, അതല്ലാതെ വേറെ അർത്ഥമുണ്ട് തള്ളിന്. ബോസ്റ്റിംഗ്. ഞാൻ വലിയ സംഭവമാണ് അല്ലേ? അതെ അതെ. ഒരു 30 സെക്കൻഡ് ജിസേലിനെ പറ്റി തന്നെ ഒന്ന് തള്ളിക്കേ, ഒന്ന് കേക്കട്ടെ. അയ്യോ ഞാൻ തള്ളി മതി. ഞാൻ ആ ഒരു ടാസ്കിൽ തള്ളിയായിരുന്നു. ഒരു ടാസ്ക് കിട്ടിയായിരുന്നു, ലൈക്ക് ടോക്ക് അബൌട്ട് യുവർ സെൽഫ്. സോ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെയൊക്കെ എന്നെ നോക്കി ചെറുക്കന്മാരും പൊണ്ണന്മാരായി എൻ്റെ ഇത് ഞാൻ കുറെ പറഞ്ഞത്. പക്ഷെ എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് തള്ള്. ഓൾറൈറ്റ്. അന്നേരം ആരാണ് ബിഗ് ബോസ് ഹൗസിലെ അതേപോലെ ഒരു തള്ളിസ്റ്റ്? അനുമോൾ. ആണോ? അനുമോൾ ഇങ്ങനെ പറയുന്നത് ലൈക്ക് ഞാൻ ഈ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഐ ഹാവ് ലോട്ട് ഓഫ് ഫാൻസ്, ഞാനാണ് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് എനിക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഐ വുഡ് നോട്ട്, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ലൈക്ക് ഐ തിങ്ക് വൈ ഷീ ബൂസ്റ്റിംഗ് അബൌട്ട് ഹെർസെൽഫ്. ഷീ വാസ് ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് എത്ര കാശ് എനിക്ക് കിട്ടുന്നുണ്ട്, ഇവരെന്നെ വിളിച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു അതുണ്ടായിരുന്നു. അങ്ങനെ അനുമോളുടെ വായിന്ന് എങ്ങാനും ചാടിപ്പോയതാണ് ഇപ്പൊ നടക്കുന്ന ഈ ഒരു PR അലിഗേഷൻസ്? അങ്ങനെയാണ് ചാടിപ്പോയത്. അങ്ങനെ ഞാൻ PR വെച്ചിട്ടുണ്ട്, ഞാൻ ഇത്രയൊക്കെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ബൂസ്റ്റിംഗ് ചെയ്തിട്ടാണ് അവള് വെറുതെ ഇന്നോസെന്റ് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷെ വായന ഇറങ്ങിപ്പോയപ്പോ എല്ലാവരും അത് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്. ഓ, അത് ജിസേലിന് എന്താ തോന്നുന്നു? ശരിക്കും അങ്ങനെ PR ലക്ഷങ്ങൾ കൊടുത്ത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടല്ലോ. ഇന്നാള് ഈ PR-ന്റെ നോക്കുന്ന ഒരാളുടെ സ്റ്റോറി ഞാൻ ആര്യനും ആ PR-നെ കണ്ടായിരുന്നു. ആര്യൻ പറഞ്ഞു എത്രയോ കാശാണ് അവൻ ചോദിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വെച്ചില്ല. അവൻ പറഞ്ഞു പക്ഷെ അത് അയാൾ പറഞ്ഞു ഈ വർഷം വിന്നറായിരിക്കും, അനുമോളായിരിക്കും വിന്നർ. അത്ര കോൺഫിഡൻസ് കൊണ്ട് അയാൾ പറഞ്ഞു. അങ്ങനെ അപ്പൊ നിങ്ങക്ക് തോന്നുന്നുണ്ടോ അനുമോൾ വിന്നർ ആകുമെന്ന് പ്രാവശ്യം? എനിക്ക് അവളായ ഐ വുഡന്റ് ബി ഷോക്ക്ഡ്. ലൈക്ക് ഐ വിൽ ബി ഓക്കെ. അറിയാറുണ്ട് PR-ന്റെ പവർ ആണെന്ന് തോന്നുന്നു. PR എനിക്ക് ഓണസ്റ്റ്ലി ഇത്ര ഐ തോട്ട് ലൈക്ക് പീപ്പിൾ ഷുഡ് ലൈക്ക് യു ഓൾസോ. ആൻഡ് അവൾക്ക് ഫാൻസ് ഉണ്ടായിരിക്കും, ബിക്കോസ് ഷീസ് ബീൻ ഡൂയിങ് TV സിൻസ് ലാസ്റ്റ് 11 years. സോ ഫാൻസും ഉണ്ടായിരിക്കും. പിന്നെ PR ഇച്ചിരി തള്ളു കൊടുക്കും, അങ്ങനെയല്ലേ? അതോ PR-ന്റെ പവർ കൂടുതലാണ്? PR-ന്റെ പവർ കൂടുതൽ, അത് സബ്ജക്റ്റീവ് ആണ് ജിസേൽ. എനിക്കും അറിയത്തില്ല ടു ബി ഓണസ്റ്റ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, സബ്ജക്റ്റീവ് ആണ്. ഐ കാൺട്ട് സേ ദാറ്റ്. ബട്ട് PR അവൾ തന്നെ പറഞ്ഞായിരുന്നു, ഞങ്ങളല്ല ഇങ്ങനെ സ്റ്റോറീസ് ഉണ്ടാക്കണത്, അവൾ തന്നെ അവളുടെ വാ കൊണ്ട് പറഞ്ഞായിരുന്നു. അല്ല, ഞാനിങ്ങനെ ആലോചിക്കും, ഈ PR ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ഒരു 50 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചു, അതിന് 30 ലക്ഷം PR-ന് കൊടുത്തിട്ട് 20 ലക്ഷം നിങ്ങൾക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? അത് ജയിക്കാനുള്ള ഒരു അത് വേണം. ലൈക്ക് അവർക്കെല്ലാം ജയിക്കണം, ഒരു വിന്നറുടെ ടാഗ് കിട്ടുമല്ലോ, മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. അന്നേരം ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ, അനുമോള് ചേട്ടാ PR ഉണ്ടോ? PR ഇല്ല. 30 എത്രയോ പൈസയാണ് PR-ന്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അന്നേരം അയാൾ പറയുന്നത് അനുമോളിൽ പൈസ ഇല്ല ബിക്കോസ് അനുമോൾക്ക് വലിയ ലൈബിലിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഐ ഡോണ്ട് നോ. അല്ല, ആദ്യം അനുമോൾക്ക് കാശുണ്ടെന്ന് ചിലപ്പം ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യും, എനിക്ക് ഇതുണ്ട്, എനിക്ക് അതുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. പിന്നെ ചിലപ്പം എന്താണെന്ന് ഓണസ്റ്റ്ലി എനിക്കും അറിയാം. ഞാൻ അവളോട് ഈ കാര്യങ്ങൾ സംസാരിച്ചില്ല, പക്ഷെ വീട്ടിലെ ആൾക്കാർ പറയുമായിരുന്നു ഈ കാര്യങ്ങൾ. ആയാലും കുഴപ്പമില്ല, അവള് ജയിക്കുവാണെങ്കിൽ നല്ല കാര്യമാണ്. ഒരാൾ ജയിക്കും, ഒരാൾക്ക് ജയിക്കണം, ജയിക്കട്ടെ, എന്താണ് കുഴപ്പം? അടുത്തത് കള്ളൻ ആരാണ്? നെവിൻ. നെവിൻ ക്യൂട്ട് അല്ലേ? ക്യൂട്ട് കള്ളൻ. അതെ അതെ, ക്യൂട്ട് കള്ളൻ ഡെഫിനറ്റ്ലി. He has not just stolen food, he has stolen hearts also. Correct. Perfect definition ആണ്. എനിക്ക് ആദ്യം നെവിനെ കണ്ട് ഫസ്റ്റ് കുറച്ച് ദിവസം എനിക്ക് നെവിനെ ഇഷ്ടമല്ലായിരുന്നു.
എന്തുവാ ഈ കളി കിടന്ന് കാണും. പക്ഷെ പിന്നെ പിന്നെ ക്യൂട്ടാണ് നെവിൻ, ഭയങ്കര രസമാണ്. അല്ല, അങ്ങനെയും ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, അതായത് ഫെമിനിൻ ടച്ചുള്ള മെയിൽസ് 100%. അങ്ങനെയുള്ളവരെ കാണിക്കുന്ന ഒരു ഇതല്ലേ, ഐ മീൻ അവരുടെ ഒരു റെപ്രസെന്റേറ്റീവ് അല്ലേ ഡെഫിനറ്റ്ലി. ആൻഡ് യു നോ, ഞാൻ ഫാഷൻ ഇൻഡസ്ട്രി എന്നാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ കുറേ ആൾക്കാരെ കണ്ടിട്ട് ഐ ഹാവ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഹു ഹാവ് ഫെമിനിൻ ടച്ച്, ലൈക് ഫീമെയിൽസ് ഹു ഹാവ് മെയിൽ ടച്ച്. സോ എവറിത്തിങ് ഇസ് നോർമൽ അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ജിസേലിനെയും അത് ഒഫൻഡിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ലേ വെൻ ലക്ഷ്മി സെഡ് അവരെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം? ബട്ട് ഐ ഓൾസോ ഫീൽ ലക്ഷ്മി എന്ത് പറഞ്ഞാലും അത് അവളുടെ ഒരു സ്ട്രാറ്റജിയാണ്. അവൾ അങ്ങനെ അല്ലെന്നാണ് ഞാൻ ഓർക്കുന്നത്. അവൾ അങ്ങനെയല്ല, അവനെന്തോ ആരെയോ അവളെ പഠിപ്പിച്ചിട്ട് വിട്ടതാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും അവള് ഓർക്കാതാണ് പറയണത്. ഈ ഇതേപോലെ എന്താ പറയാ, ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഇവരെ ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് കൂടുതൽ കിട്ടും. അങ്ങനെ യു കെൻ വിൻ എന്നുള്ള ഒരു അങ്ങനെ എന്തോ ഒരു ചീത്ത സ്ട്രാറ്റജി ഉണ്ട് അവൾക്ക്. ഉണ്ട്. യു റിയലി തിങ്ക് സോ? ആൻഡ് അമ്മ വന്നു, ലക്ഷ്മിയുടെ അമ്മ വന്നപ്പോൾ സിറ്റ് ഔട്ടില് അതും എനിക്ക് ഞാൻ കേട്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അതില പോയി ആന്റിയോട് ചോദിച്ചു, ആന്റി എന്നെ എങ്ങനെ പറഞ്ഞു? ആന്റി പറഞ്ഞു വെറുതെ പറഞ്ഞതാണ്, മീനിങ് അല്ല. പക്ഷേ അവിടെ ഒരു കാഷ്വൽ ടോക്ക് ചിലപ്പോൾ പറഞ്ഞതായിരിക്കും അല്ലേ? വെറുതെ ആയിരിക്കും. പക്ഷെ അവൾക്ക് ഇച്ചിരി ദുഃഖം വന്നായിരുന്നു, അതിലൊക്കെ ഇച്ചിരി ദുഃഖം വന്നു. അങ്ങനെ BB7 പകൽ മാന്യൻ ആരാണ്? രാവിലെ എഴുന്നേക്കണ ആള് പോടാ. അല്ല, പകൽ മാന്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വൺ ഹൂ ഒരു കവർ ഇട്ടിട്ട് നടക്കുന്ന ആള്. ലൈക്ക് ഉള്ളിൽ വേറെയാണ്, പുറത്ത് ഒരു ഭയങ്കര ജെന്റിൽമാൻ ആയിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്ന ആള്. ദ വൺ ഹൂ പ്രിറ്റൻഡ്സ് ടു ബി എ ജെന്റിൽമാൻ. ഐ തിങ്ക് ഷാനവാസ് ഇസ് എ ഫൺ പേഴ്സൺ. പക്ഷേ ജെന്റിൽമാൻ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു അത് കാണിക്കുന്നുണ്ട്, ലൈക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഞാൻ ഇങ്ങനെതാണ്. മേ ബി ഓൾസോ അനുമോൾ അങ്ങനെയല്ല. ലൈക്ക് അനുമോൾ എനിക്ക് തോന്നുന്നു മോഡേൺ ആണ്, റിയൽ ലൈഫിൽ മോഡേൺ ആണ്. എല്ലാ ഉടുപ്പൊക്കെ ഇടും. ഇത് മാത്രമല്ല, അല്ലെങ്കിൽ ലൈക്ക് ഫണ്ണാണ്. പക്ഷെ അകത്തൊരു ടിപ്പിക്കൽ മലയാളി കുടുംബസ്ത്രീ, കുലസ്ത്രീ, അതാണ് വാക്ക്. Is that the word that you're searching for? കുടുംബസ്ത്രീ, കുടുംബസ്ത്രീ. അങ്ങനെ ആയിട്ട് കാണിക്കുന്നുണ്ട്, കുടുംബിനിയായിട്ട് നിൽക്കുന്നുണ്ടാവുന്നു അല്ലേ? ഓക്കെ. അടുത്തത് BB7 കുലസ്ത്രീ ആരാണ്? കുലസ്ത്രീ വില്ലൻ അല്ലേ? ഞാൻ ഒരു പക്ക കുടുംബിനിയാണ്. ആൻഡ് ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞത് അനുമോളിനെ പറ്റിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് അവള് ചെയ്തിട്ട് അത് അവളുടെ സ്ട്രാറ്റജിയാണ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. കുലസ്ത്രീ എന്ന വേർഡ് ശരിയല്ല, അല്ല അങ്ങനെ പറയണ്ട. ഓ, വെരി ഗുഡ്. അടുത്തത് കോഴി ഓഫ് BB7. ചിക്കൻ കോഴി അല്ല, കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവാല്, ചുമ്മാ ഇങ്ങനെ ചുമ്മാ ഒരു റിസർവ് അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കോഴിക്കോടി ഇവരിങ്ങനെ വിളിക്കുമായിരുന്നു. പക്ഷെ ആരെ വിളിക്കും? ഞാൻ പറയത്തില്ല. വന്നു. പക്ഷെ കോഴി എന്ന് വെച്ചാൽ പേടിച്ച തൂറിയാണ്. അല്ലല്ല, പേടിച്ച തൂറിയല്ല, ചുമ്മാ ഇങ്ങനെ ഫ്ലേർട്ട് അറൗണ്ട് ചെയ്ത് നടക്കുന്ന ആൾക്കാരെ വിളിക്കുന്നതാണ് കോഴി. ഫ്ലേർട്ട് എന്ന് വെച്ചാൽ ആരും ഇങ്ങനെ അല്ലായിരുന്നു. അങ്ങനെയല്ല, എനിക്ക് മനസ്സിലായി കോഴി. നൂറാടെ വായന കേട്ടിട്ടുണ്ട്. ആരെ വിളിച്ചു? അത് അല്ല, ഇങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഈ സീസണിൽ കോഴി ഇല്ലായിരുന്നു, ഫ്ലർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലായിരുന്നു. നിങ്ങൾക്ക് ഒരു നല്ല ഒരു ലവ് കോമ്പോ. ജിസേൽ കുറച്ചും കൂടെ നിന്നെങ്കിൽ ചിലപ്പോൾ ആര്യനും ജിസേലും ഒരു നല്ല എല്ലാ അല്ലേ, ബിഗ് ബോസ് ഇറങ്ങുമ്പോൾ ഒരു നല്ലൊരു പെയർ ഉണ്ടാകും. ഈ സീസണിൽ ആദ്യം. പക്ഷെ എനിക്ക് തോന്നുന്നു ആ പെയർ പോസിറ്റീവ് ആയിട്ട് ആൾക്കാർ കണ്ടില്ല, എനിക്ക് തോന്നുന്നു. ഏത് ആര്യന്റെയും ജിസേലിന്റെയും പെയറോ? ബിക്കോസ് ഐ തിങ്ക് അത് അവൻ നന്നായിട്ട് കളിക്കുമായിരുന്നു, ബട്ട് ഞാനും കളിക്കുമായിരുന്നു. പക്ഷെ എന്തോ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ രണ്ടുപേർ ബിക്കോസ് യു ആർ എ ടീം, നിങ്ങൾ നന്നായിട്ട് ഇൻഡിവിജ്വലി കളിക്കുന്നില്ല. അതെനിക്ക് മനസ്സിലായില്ല. ഇപ്പം ഞാൻ പുറത്ത് വന്ന് അവൻ നന്നായിട്ട് ചെയ്യും, ലൈക്ക് ഐ എം വെരി ഹാപ്പി ബിക്കോസ് അറ്റ്ലീസ്റ്റ് ദേ വിൽ നോട്ട് ബ്ലെയിം ഹിം ഫോർ നോട്ട് പ്ലേയിങ് ഇൻഡിവിജ്വൽ, റൈറ്റ്? സോ എനിക്ക് അറിയത്തില്ല. ഓക്കെ. അടുത്തത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആരാണ്? അല്ല, ഞാനിച്ചിരി റൊമാൻറ്റിക് ആണ്. എനിക്ക് എങ്ങനെ അറിയാം? അതിലൂരായിരിക്കുമോ?
മേ ബി Adila was very romantic towards Noora. She was very protective. അല്ലേ അതുണ്ടായിരുന്നു. ചില വീഡിയോ ക്ലിപ്സ് ഒക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ my girl. So she was like എൻ്റെ മോള് അങ്ങനെയൊക്കെ റൊമാൻറ്റിക് ആയിരുന്നു. ആണല്ലേ? അയ്യോടാ, ഓക്കെ, ക്യൂട്ട്. ഇനി ബിഗ് ബി 7 സ്കിബിഡി ആരാണ്? ഇതൊക്കെ ജെൻസി വാഗ മനസ്സിലായി, പക്ഷെ ലൈക്ക് ആരായിരിക്കും? അതെ, നെവിനൊരു സ്കിബിഡി തന്നെ. ഓൾ റൈറ്റ്. സോ അതായിരുന്നു നമ്മുടെ സെഗ്മെന്റിന്റെ അവസാനം. നമ്മൾ ഇത്രയും നേരം ബിഗ് ബോസിലെ ഓരോ ഇൻസിഡൻസിനെ പറ്റിയിട്ടും ആൾക്കാരെ പറ്റിയിട്ടും ഒക്കെ സംസാരിച്ചു. ഒരാളെ നമ്മൾ വിട്ടുപോയി. ആരായിരിക്കും? ഒരാളെ ലാലേട്ടൻ. ലാലേട്ടനെ പറ്റി നമ്മൾ സംസാരിച്ചില്ല. He is the boss after Big Boss, right? അതെ, he is the boss after Big Boss. ജിസേലിന്റെ ഏറ്റവും വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണല്ലോ റായ് ലക്ഷ്മി, അല്ലേ? സോ റായ് ലക്ഷ്മിയുടെ കൂടെ ഒരുപാട് സൂപ്പർ ഹിറ്റ്സും ഉണ്ട് ലാലേട്ടന്. അപ്പൊ പോകുന്നതിന് മുമ്പ് ഓഫ് കോഴ്സ് ലാലേട്ടനെ പറ്റിയിട്ടൊക്കെ അറിയണ്ടായിരുന്നില്ലേ? അറിയാമായിരുന്നു എനിക്ക്. ലക്ഷ്മി ആക്ച്വലി കുറെ വർഷങ്ങളായിട്ട് ഐ തിങ്ക് മലയാളം ഇൻഡസ്ട്രി ഇത്ര പണി ചെയ്തിട്ടില്ല. സോ ഐ റിമെമ്പർ ഞാൻ ബോംബെ വന്നപ്പോൾ ലക്ഷ്മി വാസ് ഡൂയിങ് മലയാളം പടം, കുറെ മലയാളം പടം ചെയ്യുന്നുണ്ട്. ലക്ഷ്മി വാസ് മൈ ഫസ്റ്റ് ഫ്രണ്ട്. ലക്ഷ്മി പറഞ്ഞു കേട്ടിട്ടുണ്ടോ ലാലേട്ടനെ പറ്റിയിട്ട്? ലക്ഷ്മി യൂസ് ടു always praise Laletan. She has worked with Mammootka, Laletan, kore padam ചെയ്തിട്ടുണ്ട്. She used to be always very respectful and always praise Laletan. ഇങ്ങനെ ബിഗ് ബോസിൽ പോവാണെന്ന് ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ വാട്ട് വാസ് ഹർ റിയാക്ഷൻ? ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആരെയും പറഞ്ഞില്ല. ഇന്ന് എനിക്കൊരു ദുബായിയുടെ ഫ്രണ്ട് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, നീ ഫോൺ എടുത്തില്ല. ഞാനോർത്ത് പിന്നെ എൻ്റെ വല്യമ്മ ന്യൂസ് അവളോർത്ത് ഞാൻ മരിച്ചു പോയെന്ന്. അയ്യോ, അയ്യോ ഓക്കെ, ബിക്കോസ് ഞാൻ ആരെയും പറഞ്ഞില്ല ഞാൻ പോണെന്ന്. ഞാനൊരു സീക്രട്ട് ആയിട്ട് അല്ലെങ്കിലും അനൗൺസ് ചെയ്യരുത് ലൈക്ക് കാര്യം. ലക്ഷ്മിയോട് പറഞ്ഞായിരുന്നു, ഞാൻ ഒരു 5 ദിവസം ബിഫോർ പറഞ്ഞു ഞാൻ പോവാണ്. ഇറ്റ് വാസ് വെരി ലൈക്ക് ദാറ്റ്. ഇനി ജിസേലിന്റെ ഫീമെയിൽ ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഗേൾസ് ഷാർപ്പൻ യുവർ ഇയേഴ്സ്. അപ്പം ജിസേല് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ആ ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്താണെന്ന് കേൾക്കട്ടെ. ഓക്കെ, സോ മോർണിംഗിൽ ഞാൻ വൈറ്റമിൻ സി മുടുങ്ങാന്ന് ചെയ്യും. മുടുങ്ങാന്നാ? ഞാനത് മുടുങ്ങാതെ വൈറ്റമിൻ സി കുടിക്കുമോ? അല്ല, മുടങ്ങാതെ വൈറ്റമിൻ സി നയാസിനമൈഡ് ഇടും രാവിലെ. മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കയ്യിലും കാലിലും ഒക്കെ എപ്പോഴും വീട്ടിലിരിക്കുവാണെങ്കിലും ഇടും. കൈ കാല് സ്പ്രേ ഇടും, സൺസ്ക്രീൻ സ്പ്രേ, അല്ലെങ്കിൽ മുഖത്ത് ക്രീമാണ് ഇടുന്നത്. പിന്നെ മോയ്സ്ചറൈസർ ഇടും, പിന്നെ മേക്കപ്പ് ചെയ്യും പ്രൈമർ ഇട്ടിട്ട്. രാത്രി റെറ്റിനോൾ യൂസ് ചെയ്യും, പക്ഷേ ട്വൈസ് എ വീക്ക് റെറ്റിനോൾ യൂസ് ചെയ്യും. ഇപ്പം സ്റ്റാർട്ട് ചെയ്താണ് റെറ്റിനോൾ, 2 ഇയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്താണ്. പിന്നെ അണ്ടർ ഐ ക്രീം ഇടും. പിന്നെ രാത്രി ചിലപ്പം ഇഫ് ഐ ഹാവ്, എനിക്ക് ഇച്ചിരി പെട്ടെന്ന് ടാൻ ആകും അല്ലെങ്കിൽ കൊള്ളുമ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ ഞാൻ ലൈക്ക് ബ്യൂട്ടിൻ ഓൾ ദാറ്റ് സീറംസ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരു ഓൾ ഇൻ വൺ സീറം യൂസ് ചെയ്യും ടാൻ ആയി കഴിഞ്ഞാൽ. ടാൻ അല്ല, ഇൻ ജനറൽ ലൈക്ക് അത് യൂസ് ചെയ്യും. പിന്നെ മോയ്സ്ചറൈസർ ഇടും. അങ്ങനെ. ഇപ്പൊ നേരത്തെ ഒരു പൊട്ടാറ്റോ പാക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ ഒരു ടാൻ മാറാനുള്ളത് അല്ലെങ്കിൽ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആക്കാനുള്ള ഒരു ടിപ്പ് പറയും. ടാൻ മാറാൻ ബെസ്റ്റ് ഇസ് ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിന് പിഴിച്ചിട്ട് അതിൻ്റെ അത് പുരട്ടണം. അതിൻ്റെ അകത്ത് തക്കാളി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ഹണി മിക്സ് ചെയ്തിട്ട് പുരട്ടിയാൽ ടാൻ പെട്ടെന്ന് പോകും. ആണോ? ട്രൈ ചെയ്യണം. പിന്നെ നല്ല ഫേസ് ഒക്കെ ഒന്ന് നല്ല ഗ്ലോയിങ് ആക്കാൻ, ബ്രൈറ്റൻ ആക്കാനായിട്ട് വൺ തിങ്, വൈറ്റമിൻ സി കഴിക്കണം എല്ലാ ദിവസവും. അതെല്ലാ പെണ്ണുങ്ങൾക്ക് വൈറ്റമിൻ സി കഴിക്കണം. ബിക്കോസ് നമ്മളുടെ ഇന്ത്യയിൽ ഈ കുറേ നമുക്ക് ഈ ഹീറ്റില്ലേ, സൺ എക്സ്പോജർ കുറേ ഉണ്ട്. സോ വി ഹാവ് ടു പ്രൊട്ടക്ട് അവർ സെൽഫ് ഫ്രം ദാറ്റ്, ആൻഡ് വൈറ്റമിൻ സി റിയലി ഹെൽപ്സ്. സോ വൈറ്റമിൻ സി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ ഓൾ ദ ലേഡീസ്. അതെല്ലാ ദിവസവും കഴിക്കണം. സൺസ്ക്രീൻ ഇടണം. പിന്നെ ഐ തിങ്ക് എല്ലാവരുടെ സ്കിൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ സ്കിന്നിൻ്റെ അക്കോർഡിംഗ്ലി ഒരു രജം വേണം. സോ അത് നോക്കണം. പിന്നെ നിങ്ങൾ എന്നതാണ് കഴിക്കണം അത് കുറേ ഇമ്പോർട്ടൻ്റ്. ടു മച്ച് ഓയിലി ഫുഡ് കഴിക്കരുത്. നല്ല ജ്യൂസസ് കുടിക്കണം. ജ്യൂസിൽ ഷുഗർ ഉണ്ട്. സോ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഫ്രൂട്ട് ജ്യൂസസ്, ബട്ട് ലൈക്ക് വെജിറ്റബിൾ ജ്യൂസസ് ആർ വെരി ഗുഡ്. അത് കഴിക്കണം. പിന്നെ സമ്മർ ആണെങ്കിൽ കേർഡ് കഴിക്കുക.
like according to the season also നമുക്ക് winter ആണെങ്കിൽ you have to eat winter kind of food like all these things are very important. But ഇച്ചിരി സ്കിൻ കെയർ എല്ലാവർക്കും ചെയ്യണം. ബേസിക് സ്കിൻ അല്ലേ? മെൻ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ എല്ലാവരും. ആൻഡ് നിങ്ങൾക്ക് കുറെ കാശ് മടക്കിയിട്ട് എക്സ്പെൻസീവ് പ്രോഡക്റ്റ് മേടിക്കണ്ട. നിങ്ങൾക്ക് വീട്ടിലും സ്കിൻ കെയർ ചെയ്യാം. ഹണി, കേർഡ്, മിൽക്ക്, കടലമാവ്, ഇച്ചിരി മഞ്ഞൾ അതൊക്കെ ഇട്ട് നമ്മൾ നല്ലപോലെ നമുക്ക് ഷൈൻ ആകാം. It's not important that you have to buy expensive products. You can do at home, DIY. എന്താണ് ജിസേലിന്റെ ഒരു ഗോ ടു ഗോ? ജിസേല് സ്വന്തമായിട്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ സ്വന്തമായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഒരു പാക്കും സംഭവങ്ങളും. ജിസേലിന് അങ്ങനത്തെ ഒരു സീക്രട്ട് പാക്ക് പറയൂ. എന്റെ ഉണ്ട്, ലൈക്ക് ഫേസ് പാക്ക്, റൈറ്റ്? സോ ഐ യൂസ് എ ലോട്ട് ഓഫ് കടലമാവ്. മഞ്ഞളിടും, അതിൻ്റെ അകത്ത് ഇച്ചിരി what do you call lemon squeeze ചെയ്യും. Lemon is very good for tan removal also. So lemon has a bleaching agent. So നമ്മൾ ഇച്ചിരി, not too much, just half teaspoon lemon ഇട്ടാ you can see brightness. So honey ഇടും, അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നേരം വെക്കും. പിന്നെ അത് പെട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ അപ്പർ ലെയർ ഇല്ല, ടാൻഡ് ലെയർ പോവും. അത് ശരി. It's very good. Thank you for the tip. Also like new brides ഒക്കെ ഇടും. There is a ceremony, haldi ceremony, right? Why is that? Because haldi means turmeric. നമുക്ക് അത് turmericum ഇച്ചിരി that gives you like brightens your skin. So it's very good. All right. അപ്പം ഗേൾസ് ഒക്കെ ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.